ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൻ ക്ലാസ്സസ്. അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നില്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി കുറെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന ഒരു 6 മാർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ ആണ് ഒന്ന് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. സോ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. 6 മാർക്കിന്റെ ചോദ്യമാണ്. ജസ്റ്റ് കാൽക്കുലേഷനും കോളും ഒക്കെ വൃത്തിയിൽ ടേബിൾ വരയ്ക്കാനൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ 6 മാർക്ക് ഉറപ്പിക്കാം. സോ നമുക്കൊരു ചോദ്യത്തിലോട്ട് നോക്കാം അല്ലടാ. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. സോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അരിത്തമെറ്റിക് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് മീൻ ചോദിക്കും, ബി ക്വസ്റ്റ്യൻ വേരിയൻസ്, സി ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചോദ്യം കണ്ട് പേടിക്കേണ്ട. അരിത്തമെറ്റിക് മീൻ ആണെങ്കിലും ഇനി നോർമലി മീൻ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. ഇക്വേഷൻസ് കൃത്യമായി അറിഞ്ഞിരിക്കുക. സോ നിങ്ങളുടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് 0 to 10, 10 to 20 എന്ന് പറയുന്ന ഇങ്ങനെ സീരീസ് ആയിട്ട് 60 to 70 വരെ പോകുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം, അത് ക്ലാസ് ആണ്. ദെൻ അതിന്റെ താഴെ അതിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലോട് കൂടിയിട്ടാണ് ക്ലാസ്. അല്ലാണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ റെഡി ആണല്ലോ മക്കളെ? ആദ്യം നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ് ആദ്യം നോക്കാം. ക്ലാസ് 0 to 10, 10 to 20. ഇത് പിന്നെ നമുക്ക് ഫിക്സ് ചെയ്താൽ അല്ലേ? 20 to 30, 30 to 40, 40 to 50, 50 to 60 and 60 to 70. റെഡി ആണല്ലോടാ മക്കളെ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തി? ക്ലാസ് ചെയ്ത്. ഇനി നമുക്ക് വേണ്ട എന്താ? ഫ്രീക്വൻസി. നമ്മുടെ ഫ്രീക്വൻസി നോക്കാം. 3, 7, then 12, 15, 8, 3, 2. ഓക്കെ ആണല്ലോടാ? സമ്മിന്റെ കാര്യം നമുക്ക് അവസാനം തീരുമാനിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ചെയ്ത്. ഇനി എന്താ വേണ്ട? മൂന്നാമത്തെ കോളത്തില് മൂന്നാമത് നമുക്ക് വേണ്ടത് മിഡ് എക്സ് ഐ ആണ്. മിഡ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ 0 to 10. ഇതിന്റെ മിഡ് എക്സ് ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്തിട്ട് പകുതി കാണുക. 0 plus 10 എന്താ? 0 plus 10 10. 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 5. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താ? 10 plus 20 ആണെങ്കിൽ എന്താ? 15. ഇനി അടുത്ത എന്താ വരുന്നത്? 25. നോക്കിക്കോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇവിടെ ഇന്റർവെല്ലിന്റെ ഗ്യാപ്പ് എത്രയാ? 10. ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ 10 എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ അടുത്ത ഭാഗവും നമുക്ക് വളരെ സെറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? ഇനി അടുത്ത കോൾ എന്താ? എഫ് ഐ എക്സ് ഐ. ദാറ്റ് ഈസ് 3 into 5, 15. Then 7 into 50, that is 7 into 50, that is 105. Next 12 into 25. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ദെൻ 15 into എത്രയാ? 25. സോ 525. ഓക്കെ, സ്പീഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ 8 into 45, 360. ദെൻ 3 into 55, 165. ദെൻ 2 into 65 equal to 130. ഓക്കെ ആണല്ലോടാ മക്കളെ? ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താ? എക്സ് ഐയുടെ സ്ക്വയർ. അറിയാലോ, നിങ്ങൾ എക്സ് ഐ ഓൾറെഡി ഇവിടെ തന്നിട്ട് 5ന്റെ സ്ക്വയർ ആകുമ്പോൾ 25. നെക്സ്റ്റ് 15ന്റെ സ്ക്വയർ. ജസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലാതെ ഒരു ട്രിക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് സാർ എന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതാ 5 അല്ലേ എൻഡ് ചെയ്യുന്നത്? ആ 5ന്റെ സ്ക്വയർ ചെയ്തോടാ. 5ന്റെ സ്ക്വയർ 25. ദെൻ 1 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ 2, ദാറ്റ് ഈസ് 225. ഇനി ഇതുപോലെ ഇവിടെ 5ൻ്റെത് 25, 2 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ 3, ദാറ്റ് ഈസ് 625. 35 ആകുമ്പോൾ 25, 3 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ 4, 12. ഓക്കെ റെഡി? നെക്സ്റ്റ് 25. ദെൻ 4 കഴിഞ്ഞ് നെക്സ്റ്റ് 20, നെക്സ്റ്റ് 25. നെക്സ്റ്റ് 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 6, 5 into 6, 3025. ദെൻ 25, 6 കഴിഞ്ഞാൽ 4225. അപ്പൊ നോക്കണേ, 1, 2, 3, 4, 5 കോളത്തിന്റെ പരിപാടി കഴിഞ്ഞു അല്ലെ? 5 നമ്മൾ കോളത്തെ സെറ്റ്. ഇനി 6ാമത്തെ കോളം എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയറാ. എഫ് ഐ എന്താ? ഇതാണ് എഫ് ഐ, ഇതാണ് എക്സ് ഐ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ ഇത് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ. നോക്കിയേ, 3 into 25, അത് നമുക്ക് വേഗം എഴുതാം 75. അടുത്ത മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. 7 into 225. കാൽക്കുലേറ്റർ ഉപയോഗിക്കണം കൃത്യമായിട്ട് 75. നെക്സ്റ്റ് വരുന്നത് 12 into, നോക്കണം കേട്ടോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് 625, 7500. നെക്സ്റ്റ് എന്താ? 1225 into 15, that's equal to 18375. നെക്സ്റ്റ് 2025 into ആരാ വരുന്നത്? 8. ദെൻ 16200. നെക്സ്റ്റ് 3025 into ഏതാ വരുന്നത്? 3, which is equal to 9075. നെക്സ്റ്റ് 4225 into
2.8450. മക്കളെ ഇത് കൃത്യമായി ചെയ്തിട്ട് പോകണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇത് സോ സിമ്പിൾ, ഇത് ഞങ്ങൾക്ക് അറിയാം സർ, ഇതൊക്കെ ഞങ്ങൾ എന്തായാലും ചെയ്തോളൂ, ഞങ്ങൾക്ക് ചെയ്തു നോക്കാം. പക്ഷെ ചെയ്ത് നോക്കിക്കോ, കൃത്യമായി ചെയ്ത് നോക്കിയില്ലെങ്കിൽ മാർക്ക് പോകുന്ന ഏരിയയാണ്. നന്നായിട്ട് ടോട്ടൽ ചെയ്യുന്ന ഒരു ഏരിയ തെറ്റിയാൽ എല്ലാം തെറ്റും. ആദ്യം നമുക്ക് വേണ്ടത് എഫ്, ഇതിന്റെ ടോട്ടൽ വേണം, ഇതിന്റെ ടോട്ടൽ വേണം, ഇതിന്റെ ടോട്ടൽ, ഈ മൂന്നാളുടെ ടോട്ടൽ നമുക്ക് എന്തായാലും വേണം. എഫ് ഐയുടെ ടോട്ടൽ എന്താ? 3 + 7 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 + 10 ഇവിടെ വീണ്ടും വരുന്ന സമയത്ത് എന്ത് വന്നു? 10 20 ആയി. 20 + 30 ദാറ്റ് ഈസ് 50. റെഡി? നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇനി അടുത്ത എന്താ വരുന്നത്? എഫ് ഐ എക്സ് ഐ 15 + 105 + 15 + 105 + then 300 + 325 + 525 അല്ലെ? 525 300 + 525 525 + then 360 + then 165 + then 130 which is equal to 1600. സെറ്റ് ആണല്ലോ? ഇനി അടുത്തത് എഫ് ഐ എക്സ് ഐയുടെ സ്ക്വയർ 75 + then 1575 + then 7500 + then 18375 + 16200 + 9075 + 8450 which is equal to 61250. ഈ സമ്മൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതോടുകൂടി നമ്മുടെ ടേബിളിന്റെ ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആൻസേഴ്സ് വേണം ആണല്ലോ? ഓരോ ആൻസേഴ്സ് വേണ്ടേ നമുക്ക്? അപ്പോൾ ഓരോ ആൻസേഴ്സ് ഇതാ സർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഓരോ ആൻസേഴ്സ് പറയാൻ പോവാം. ഓക്കെ ആണല്ലോ? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മീൻ ആണ്. സോ നമുക്ക് കളർ ഒന്ന് മാറ്റാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് മീൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ആണ്. ഓക്കെ, സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ആണ്. സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1600 ബൈ എന്ത് ചെയ്യുക? എഫ് ഐയുടേത് 50. ഇവിടെ 0നെ കൊണ്ട് കട്ട് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്യാം. 1600 ബൈ 50 നേരെ ചെയ്താൽ 32. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, മീൻ കഴിഞ്ഞു. ഇനി മക്കൾക്ക് എന്താ വേണ്ട? വേരിയൻസ്. ബി പാർട്ട് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്. കാണാനുള്ള ഇക്വേഷൻ എഫ് ഐ എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. സെറ്റ് ആണല്ലോടാ? സോ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? എഫ് ഐ എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 61250 ബൈ സിഗ്മ എഫ് ഐ നമുക്കറിയാം 50 മൈനസ് എക്സ് ബാർ എന്താണ്? 32 ദ ഹോൾ സ്ക്വയർ. നോക്കിക്കോടാ, 61250 ഡിവൈഡഡ് ബൈ 50 നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്തു. 1225 മൈനസ് 32ന്റെ സ്ക്വയർ അഥവാ 32 ഇൻറ്റു 32 എത്രയാ? 1024 വിച്ച് ഈസ് ഈക്വൽ ടു നോക്കണേടാ 1225 മൈനസ് 1024 വിച്ച് ഈസ് ഈക്വൽ ടു 201. ഇതോടുകൂടി വേരിയൻസും കിട്ടി. ഇനി നമുക്ക് മാർക്ക് വാങ്ങാൻ അടുത്ത പാർട്ട് എന്താ? ആകെ ഒരു പാർട്ട് കൂടിയുള്ളൂ. ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സി പാർട്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഞാൻ എസ് ഡിന്ന് ഷോർട്ട് കൊടുത്തു വിചാരിച്ചോ? സിഗ്മയാണ് കാണേണ്ടത്. സിഗ്മ എപ്പോഴും എന്താണ്? വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആരാ? 201. 201 which is equal to root 201 which is equal to 1417774 ആണ്. ഒന്ന് അപ്രോക്സിമേറ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 14.18 എന്ന് പറയുന്ന ആൻസർ വരും. സിമ്പിൾ അല്ലേ മക്കളെ? സോ ജസ്റ്റ് നോക്കിക്കോടാ, 6 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ചെറിയ മാർക്കാണ് അല്ലെ? 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 10% മാർക്കാണ്. അറിയാലോ, പാസ്സാവാൻ ഒരു പാസ്സാവണമെന്ന് മാത്രം വിചാരിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 6 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് മനസ്സിലാവുന്ന ഏരിയയാണ്. ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടി പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒരു ഏരിയയുമാണ്. സോ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സിൽ നിങ്ങൾക്ക് എന്തായാലും A+ വാങ്ങാൻ ഫുൾ മാർക്ക് വാങ്ങാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണിത്. ചെയ്തു നോക്കുക, കൃത്യമായി മനസ്സിലാക്കുക, ഇക്വേഷൻസ് കൃത്യമായി പഠിക്കുക, മീൻ എഴുതുക, വേരിയൻസ് എഴുതുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോടാ? അപ്പൊ 6 മാർക്ക് ഈ കാൽക്കുലേറ്ററിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഈ 6 മാർക്ക് വെറുതെ കളയരുത്, കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കുക. നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതേപോലെ വീഡിയോസുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. താങ്ക് യു.